രാത്രി കൂടെ എന്നെ വിളിക്കുന്നു. കാര്യല്ലേ കാര്യല്ലേ എന്താ ചൂടില്ലേ? എന്തെങ്കിലും മഴ ഉണ്ടായാൽ മതിയായിരുന്നു. ആരാടാ ഫോണില്? അത് ഉമ്മയാണ്. എന്നിട്ട് നീ എന്താ എടുക്കാത്ത? അത് എടുത്ത ഉമ്മക്ക് എപ്പോഴും നീ ചായ കുടിച്ചോ, ചോറുണ്ടോ, സുഖാണോ, കുട്ടികൾക്ക് സുഖമല്ലേ, ഇതല്ലേ ചോദിക്കാനുള്ളത്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലടാ, അവരൊക്കെ പഴയ ആൾക്കാരല്ലേ. നിനക്കെന്താ അപ്പൊ ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഉമ്മ ഇങ്ങോട്ട് വരില്ലടാ. ഉമ്മക്ക് ആ പഴയ വീട്ടിൽ തന്നെ നിൽക്കണം. ഉമ്മ എപ്പോഴും പറയും ഇപ്പാന്റെ ഉടമകളാണ് ആ വീട്ടിലാണ്. പിന്നെ ഉമ്മ ഇങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല. കാരണം ഞങ്ങളൊക്കെ ജോലിക്ക് പോകില്ലേ, അപ്പോഴും ഉമ്മോട് ഒറ്റയ്ക്കല്ലേ. ആ അതും ശരിയാ. പിന്നെന്താരോ ഉമ്മക്ക് ഉമ്മാന്റെ അയൽവക്കക്കാരും ആ നാട്ടുകാരും ഉമ്മാന്റെ കാര്യങ്ങളും ഉമ്മാന്റെ സന്തോഷങ്ങളൊക്കെ ആ വീട്ടിൽ. പക്ഷെ ഉമ്മക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാല് ദിവസം 2-3 പ്രാവശ്യം എന്റെ ഒച്ച കേൾക്കും. പക്ഷെ എനിക്ക് ഈ ഫോൺ ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്റെ സിറ്റുവേഷൻ ഉമ്മ മനസ്സിലാക്കും. ആടാ സമയമായല്ലോ പോവാൻ. അല്ലെ മാനാജരെ വായന്ന് കേൾക്കേണ്ടി വരും. ആ ശരി. ആ ഉമ്മ. മോനെ സുഖാണോ? ആ സുഖായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. മോൻ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഞാൻ ഭക്ഷണം കഴിച്ചു. കുട്ടികൾക്കൊക്കെ സുഖാണോ? ആ കുട്ടികൾക്കൊക്കെ സുഖമാണ്. മോനോ? ആ മോന് സ്കൂളിൽ പോയിട്ടുണ്ട്. ഉമ്മാക്ക് സുഖമല്ലേ? ആ മോനെ സുഖാണ്. ഉമ്മ ഞാനേ കുറച്ച് തിരക്കിലാണ്. ഞാൻ ഈ വർക്ക് കുറച്ച് അർജന്റിലാണ്. ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ? ഞാൻ ഉമ്മനെ വിളിക്കാട്ടോ. ആ ആയിക്കോട്ടെ മോനെ, ശരി. ആ ഇത് ഉമ്മയുള്ളോ? ഉമ്മ എന്താ ഉറക്കൂല? രാത്രി 10-11 മണിയായില്ല. സൈലന്റ് ആക്കി വെക്കാന്ന് രാവിലെ വിളിക്കാം. ഉമ്മ വെറുതെ ആവശ്യമില്ലാതെ. സമയം ഒരുപാടായല്ലോ, ഓഫീസിലെത്താൻ സമയമാവൂ. ആരാപ്പ വിളിക്കുന്നത്? ആഷിക്കാണല്ലോ. ഹലോ ഹലോ. ആ ആഷിക്ക പറ. ജബീർക്ക, ആഷിക്ക പറ. ആഷിക്ക എന്താ പറ. ഉമ്മ മരിച്ചു ജബീർക്ക. എപ്പോ? ഇന്നലെ രാത്രി. ഉമ്മ ഇന്നലെ കുറെ വിളിച്ചാണല്ലോ. ഉമ്മ എന്തോ ഒരു വോയിസ് വിട്ടിട്ടുണ്ട്. മോനെ, നിന്നെ ഞാൻ കൊറേ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല. നീ തിരക്കിലാണോ? എനിക്ക് എന്താന്നറിയില്ല, വല്ലാത്തൊരു അസ്വസ്ഥത. നെഞ്ചിന്റെ ഉള്ളില് ഭയങ്കര വേദന. മോനെ, തിരക്ക് കഴിയുമ്പോ ഒന്ന് വിളിക്കണേ. ഉമ്മാക്ക് എന്തോ പേടി തോന്നുന്നു. പഠിച്ചോനെ, ഞാൻ ആ കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഉമ്മാനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കായിരുന്നല്ലോ. ഇവനൊക്കെ ഷെബീറിനെ കാണില്ലല്ലോ. എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തണ്ടേ? ഒരു ടൈം എടുക്കും ആഷിക്ക. ഒരു 3-4 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പോ ബ്ലോക്ക് കുടിക്കാണോ? കാരണം ഇലക്ഷന്റെ ഒക്കെ ടൈമല്ലേ, ആഘോഷം. ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ഷെബീറിറ്റാണോ? ആ ഷെബീറൊക്കെ.
അല്ല ഒന്നും പറ്റില്ല. കരയല്ലേ 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 വാ. ഈ പാവക്ക് ഞാൻ എവിടെ കൊണ്ടിരിക്കാം? സാരില്ല, മാതാപിതാക്കൾ ഉണ്ടാകുമ്പോഴേ അവരെ വില നമ്മൾ മനസ്സിലാക്കൂല. നമ്മളെ പ്രസവിച്ച മുതൽ ഊണും ഉറക്കമില്ലാതെ നമ്മളെ സൃഷ്ടിക്കാനായിട്ട് ജനിച്ചവരാണ് അവർ. ഇപ്പോഴും നമ്മൾ കഴിച്ചോ നമുക്ക് സുഖമാണോ എന്ന് അവർക്കറിയുണ്ട്. ഇന്ന് വരെ അവരോട് ഉമ്മാക്ക് സുഖമാണോ, ഉമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. മാതാപിതാക്കള് ഒരു സുഹൃത്താണ്. അവരുണ്ടാവുമ്പോ നമുക്കതിന്റെ വില അറിയില്ല. ഒരു മക്കൾക്കും ഇന്റെ ഈ അവസ്ഥ വരാതിരിക്കട്ടെ.